സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്റണിയെ കണ്ട് തിരികെ വരുന്ന രേവതി വഴി വെച്ച് ദേവുവിനെ കാണുകയും സുഹൃത്തുക്കൾക്ക് വേണ്ടി സച്ചി കാർ വിറ്റതും താൻ ആന്റണിയുടെ ഓഫീസിൽ പോയി പ്രശ്നമുണ്ടാക്കിയതുമെല്ലാം ദേവുവിനോട് പറയുന്നു. തുടർന്ന് ആന്റണിയുടെയും ശരത്തിന്റെയും കൂട്ടുകെട്ടോർത്ത് ഇരുവരും ടെൻഷൻ അടിക്കുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന രേവതി സച്ചി കാർ വിറ്റതിന്റെ കാരണം രവീന്ദ്രനോട് പറയുമ്പോൾ സച്ചിയുടെ മനസ്സിന്റെ നന്മ രവീന്ദ്രനും തിരിച്ചറിയുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സച്ചിയോട് കാർ വിറ്റതിന്റെ കാരണം ഞാൻ അറിഞ്ഞുവെന്നും ആന്റണിയുടെ ഓഫീസിൽ ചെന്ന് അവനുള്ളത് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നും രേവതി പറയുമ്പോൾ ആന്റണിയുടെ ഓഫീസിൽ പോയതിന് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ പോയ വിവരം മഹിമ മധുസൂദനോട് പറയുകയും എന്ത് ചെയ്തിട്ടാണെങ്കിലും വർഷനെ ശ്രീകാന്തിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമെന്നും പറയുന്നു. പിന്നീട് പാർട്ടി ഓഫീസിൽ ഓട്ടം വരുന്ന സച്ചി അവിടെ വെച്ച് പഴയ സുഹൃത്തിനെ കാണുകയും അവരുടെ നേതാവ് 250 ജോഡികളുടെ സമൂഹം നടത്തുന്ന വിവരം സുഹൃത്ത് സച്ചിയോട് പറയുകയും ചെയ്യുന്നു. ശേഷം നേതാവിനെ പരിചയപ്പെടാനായി കൂട്ടുകാരൻ സച്ചിനെ കൊണ്ട് പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.